ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പേട്ടനായിട്ടുള്ള ദിലീപുമായിട്ടുള്ള വിഷയമാണ്. അത് കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് 2-3 ദിവസങ്ങളായിട്ട് വീഡിയോ 2 ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് പേര് പറയുന്നതല്ല, നമ്മൾ ഇപ്പൊ എന്നെ പോലെയുള്ള അല്ലെ എന്നെയൊക്കെ ജാതിവാദി എന്നുള്ള രീതിയിൽ ഒരു ചാണക തൊഴുത്തിലേക്ക് കെട്ടാനുള്ള ഉദ്ദേശത്തെ ചെറിയൊരു ശതമാനം ആൾക്കാരേ ഉള്ളൂ. അവർ വന്നിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ 2025 ഈ ഒരു കാലഘട്ടത്തിൽ ഒന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരു കാരണവശാലും ജാതി എന്ന് പറയുന്ന സംഘടനയിലോ അല്ലെങ്കിൽ ജാതി സംഘടനകളെയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല അംബേദ്കറേറ്റുകൾ, റിയൽ അംബേദ്കറേറ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. അവർക്ക് ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ആ ഒരു വാക്ക് കീശയിലിട്ടുകൊണ്ട് നടക്കുന്ന കുറച്ചല്ല വലിയൊരു സമൂഹം കേരളത്തിലുണ്ട്. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല എന്നാണ് അവരുടെ വിചാരം. അങ്ങനെയുള്ള വ്യക്തികൾ ഒഴികെയുള്ള ഏതൊരു സമൂഹത്തെയും ഉൾക്കൊള്ളാൻ അംബേദ്കറേറ്റുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം. ഫോൺ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. വിക്ടിമിന്റെ അഡ്വക്കേറ്റ് ആയിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത്. വിക്ടിമിന്റെ അഡ്വക്കേറ്റിന് എണീറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കാനോ ഒരു വാക്ക് പറയാനോ അനുവാദമില്ല. വിജീതര കേസ് വന്ന സമയത്ത് മിനി വക്കാലത്തിട്ട് കയറിയപ്പോ മിനി അവിടെ ഇരിക്കുന്നു എന്ന് മാത്രം, ഒരു മൂകസാക്ഷി പോലെ ഇരിക്കാം, യാതൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിലീപ് ഒരു ലിസ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. ദിലീപിന്റെയാണ് ഫോണ്. ഈ ലിസ്റ്റ് ഇന്ന സാധനങ്ങൾ മാറ്റണം, ഇന്ന സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി തന്നെ. അപ്പോൾ അവനവന്റെ ഫോണിൽ 10,000-കണക്കിന് ഫോട്ടോകൾ ഇരുന്ന് പരിശോധിച്ച് ഓരോ ഫോട്ടോ എന്ത് ചെയ്യണം എന്ന് ലിസ്റ്റ് ചെയ്തിട്ടാണ് ദിലീപ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇയാൾ ഡിലീറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്ത് ഫാമിലി ഫോട്ടോസ് ഉണ്ട്, ഓണം ഫോട്ടോസ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇയാൾ കുറെ കോഡ് ഡോക്യുമെന്റ്സ് കണ്ടു. ദിലീപിന്റെ കൂടെ നിന്ന് പടക്കം പൊട്ടിച്ചവരും ലഡ്ഡു വിതരണം ചെയ്തവരും അവരൊക്കെ അമ്മമാർക്ക് ഉണ്ടായതല്ലേ, അല്ലാണ്ട് ദിവ്യഗർഭത്തിൽ ഉണ്ടായതോ അതല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നല്ലാണ്ട് അല്ല ടെസ്റ്റ് ട്യൂബ് ചെയ്തുണ്ടായ മനുഷ്യരൊന്നും അല്ലല്ലോ. അവരെ പാലൂട്ടി വളർത്തുന്ന അമ്മമാരല്ലേ, അവർക്ക് സഹോദരിമാരില്ലേ, അവർക്ക് പെൺമക്കളില്ലേ, അവർക്ക് ഭാര്യമാരില്ലേ, സഹോദരിമാരില്ലേ. അപ്പോ ദിലീപിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സമൂഹം, സ്ത്രീ സമൂഹം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ആ സ്ത്രീ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്. അതായത് റേപ്പ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ ആദ്യ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് നിൽക്കുന്ന 2 വ്യക്തികൾ, അതായത് ഈ ദിലീപ് എന്ന് പറയുന്ന നടനും ഈ അതിജീവത എന്ന് പറയുന്ന ഈ നടിയും തമ്മിൽ ഏകദേശം ഒരു ഫീൽഡിൽ തന്നെയാണ്. അതുപോലെ നടൻ എന്ന നിലയിൽ നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. നടി എന്ന് പറയുന്ന രീതിയിൽ ആ സ്ത്രീയും ഒരു അത്യാവശ്യം നല്ലൊരു ബേസിൽ തന്നെയാണ് സ്ത്രീ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഈ ഒരു രീതിയിൽ ഗ്യാങ് റേപ്പ് ആണെന്നാണ് പൊതുവെ ഇപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരുമല്ലോ, കാരണം ഒരാളല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ചെയ്തത് കൂടാതെ ആ വീഡിയോ കൂടി എടുത്ത് എന്നുള്ളത് ആ ഒരു ലെവലിൽ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. വെച്ചാൽ ഒരു ക്രൂരത ചെയ്യുകയും ആ ക്രൂരതയെ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീട് അത് നടന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. കോടതിക്ക് മുന്നിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട തെളിവുകൾ മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഫോൺ റെക്കോർഡ്സുകൾ, SMS അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകൾ, ഇതെല്ലാം ഡിലീറ്റ് ആയതിനു ശേഷമാണ് കോടതിയിലെത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിവുകളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ വലിയൊരു സമൂഹം ഈ ദിലീപ് എന്ന് പറയുന്ന ദിലീപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വിഭാഗത്തെ വളരെ ശക്തമായിട്ട് എതിർത്ത് വരുന്നൊരു സമയമാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തിപ്പം ഏറ്റവും കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ശക്തമായി നിൽക്കുന്നത് ഭാഗ്യലക്ഷ്മി, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ശതമാനം സിനിമകളിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. ദിലീപിന്റെ സിനിമകളിൽ പോലും അവർ ഡബ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. തൊഴിലാണ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ മേഖലയിലുള്ള ഏറ്റവും സിനിമയിൽ പ്രാധാന്യമുള്ള വ്യക്തികളാണ് പൃഥ്വിരാജിനെ പോലെയുള്ളവർ, ആസിഫ് അലിയെ പോലെയുള്ളവർ, അതുപോലെ പൃഥ്വിരാജിന്റെ വൈഫ് പോലും. അങ്ങനെ കുറെ അധികം പേര്, വലിയൊരു അമ്മ അസോസിയേഷനകത്തുള്ള അല്ലെങ്കിൽ WCCയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ദിലീപിനെ ഈ രീതിയിൽ ക്രോസ് ചെയ്ത് പോകുമ്പോൾ സംഘപരിവാരത്തിന് എന്താണ് ഇതിനകത്ത് റോൾ എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ചാനൽ ചർച്ചകളിൽ കഴിഞ്ഞ 2-3 ദിവസത്തിന് റിസൾട്ട് ഈ ജഡ്ജ്മെന്റ് വന്ന ആ ദിവസം
ചാനൽ ചർച്ചയിൽ അന്നത്തെ ദിവസം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് നിഷ്പക്ഷൻ RSSകാരുടെ പങ്കിയായിട്ടുള്ള ശ്രീജിത്ത് പറയുന്നത് ഇതിനി സുപ്രീം കോടതി പോയാലും ഈ കേസ് ഇനി വിജയിച്ച് വരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പിന്നെ വളരെ കോൺഫിഡന്റോടെ പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിനകത്ത് എന്താണ് നടന്നതെന്നുള്ളത്. അപ്പോ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള സ്ത്രീകൾ ഇനിയും ഒരുപക്ഷെ കേരളത്തിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നതാണ് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വില്ലനിസം, അതായത് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് അല്ലെങ്കിൽ മുക്തനായ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു പക്ഷേ ഇത് ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ കരുതലോടുകൂടി മറ്റുള്ള നടിമാർക്കും ഒരു സുരക്ഷ ഇല്ല എന്നുള്ള രീതിയിലാണ് ഭാഗ്യലക്ഷ്മി വളരെ കുറെ അധികം കമന്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിജീവിത പരാതി കൊടുത്തില്ലായിരുന്നു എങ്കിൽ അടുത്ത ഇര മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയായി പോയാൽ എന്നുള്ളൊരു കമന്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ തിലകൻ എന്ന് പറയുന്ന നടന്റെ ഒരു ലാംഗ്വേജ്, ഒരു സ്ലാഗ് ഉണ്ട്. അതായത് ബബ്ബ. എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു സിനിമയുടെ പേരാണ് ഇപ്പോഴത്തെ റിലീസ് ആവാൻ പോകുന്ന സിനിമ. അതിന്റെ ട്രെയിലർ യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ട്രെയിലർ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തോട്ട്. ഏടോ തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്? മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് സാർ. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവും. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. ഇനിയാണ് എന്റെ ഷോ. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. വിന്തവാട്ടി മിസ്സേ ആകാതെ. ഇത് ഞാൻ കലക്കും. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? അപ്പോ സിനിമ ഏകദേശം ഈ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ഇത് റിസൾട്ട് വരുന്നതിന് മുമ്പ് എത്രയോ 2-3 മാസങ്ങൾക്ക് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമയാണ്, റിലീസ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള വാക്കുകളാണ് അതിൽ നിന്ന് വരുന്നത്. അതായത് റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും, ഞാൻ കംബാക്ക് തിരിച്ചു വരുന്നു. ഇതൊക്കെ ഈ സിനിമയിൽ കാണിക്കുമ്പോൾ തന്നെ ആർക്കാണ് ഇത് മനസ്സിലാവാത്തത്? ഏത് ആർക്കാ ഈ മലയാളിയായിട്ടുള്ള ആർക്ക് പൊട്ടനാണ്? ഇത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഒരു സിനിമ പോലും ഇറക്കുമ്പോൾ, അതായത് ഇപ്പോ ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ കോടതി വിധി എന്തായിരിക്കും എന്നൊന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ സിനിമ വരുമ്പോഴത്തേക്കും ആൾക്കാർ കാണുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു കോമഡി ആയിട്ട് തോന്നും. പക്ഷേ ഈ കോടതിയിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ള രീതി തന്നെയാണ് സിനിമയിൽ ആ കാണിച്ചിരിക്കുന്ന ഓരോ ഡയലോഗുകൾ. ഇപ്പൊ സിനിമ ഇനിയിപ്പോ ഇറങ്ങുന്നത് ഏത് രീതിയിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വിജയിക്കുമോ, അല്ലെങ്കിൽ നല്ല സിനിമ ആയെങ്കിൽ തന്നെയും കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരു KSRTC ബസ്സിനകത്ത് ആ സിനിമ പഴയൊരു സിനിമയാണ്, ദിലീപിന്റെ പഴയ ഒരു പറക്കുന്തളിക സിനിമ എന്തോ വെച്ചിരുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന സ്ത്രീകൾ പ്രതിഷേധമാണ് പറയുന്നത്, ഈ സിനിമ ഇവിടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണണ്ട, നിങ്ങൾ ഈ സിനിമ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വളരെ സംസാരമൊക്കെ ഉണ്ടായി. അതിനകത്ത് പുരുഷന്മാരൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ബസ്സിലുണ്ടായിരുന്നിരിക്കാം, അവര് ആ സ്ത്രീയെ ശകാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോകുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, എറണാകുളം കേന്ദ്രീകരിച്ചൊക്കെ വളരെയധികം പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിധി വന്നതിന് ശേഷം ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഇനി പ്രതിഷേധം കൂടാൻ പോകുന്നത്. അപ്പൊ നമുക്കത് ഓവറോൾ ഇത് നോക്കുമ്പോൾ ഇത് കേവലം ഇതൊരു അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിധി അല്ലത്. കേരളം ആഗ്രഹിക്കുന്നുണ്ട്, കേരളം മൊത്തത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈ കേസിന്റെ മെറിറ്റ് എന്താണെന്നും ഇത് ഏത് രീതിയിൽ വരണമെന്നുള്ളത് കേരളം ഒന്നടങ്കം. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ഒരുപക്ഷെ ഈ അതിജീവിതയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം തമിഴ് സിനിമകളിലൊക്കെ അത്യാവശ്യം നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് സിനിമ മാക്സിമം അവർ ബ്ലോക്ക് ചെയ്തത്, വേണ്ടാന്ന് വെക്കുന്നത്, അവരുടെ കരിയർ തന്നെ സ്റ്റോപ്പ് ആവുന്ന നേരമാണ്. അപ്പൊ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത ഒരു
ഇപ്പോ കമാൽ പാഷ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച്, അത് വോയിസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. കോടതി ജഡ്ജായിട്ടിരുന്ന ആളാണ് കമാൽ പാഷ. അദ്ദേഹത്തിന്റെ ആ ഒരു അറിവ് വെച്ചിട്ടുള്ള സംസാരമാണ്. ഒന്ന് കേട്ടോ നമുക്ക്. അങ്ങനെ സഹാവായിട്ടൊന്നും ഹണി പെരുമാറുമല്ലോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്റെ മുമ്പിൽ ഹണി, ഞാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു, അപ്പോൾ തൃശ്ശൂർ ജില്ലാറ്റി ആയിരുന്നപ്പോൾ എന്റെ മുമ്പിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്ന് കേസുകൾ വാദിച്ചിട്ടുണ്ട്, പ്രോസിക്യൂഷൻ അപ്പിയർ ചെയ്തു. അതൊഴിച്ചാൽ എനിക്കത് നല്ലൊരു അഭിപ്രായം ഹണിയെ കുറിച്ച് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ എനിക്കറിയാവുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി എന്നിട്ട് മുമ്പിലുള്ള SC ഈ കേസിന്റെ നമ്പറാണ്. നമ്പർ പൾസർ സുനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10ാം പ്രതി അപ്രൂവർ ആക്കി. അതിൽ എഴുതിയ വിവരങ്ങളാണ്. 11 പ്രതികളെ ഡിസ്ചാർജ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ 9 പ്രതികളാണ് ഉള്ളത് അതിനകത്ത്. എന്നാൽ 2018 മുതൽ തുടങ്ങി 2025 ഡിസംബർ 8 വിധി പറയുന്ന ഈ കേസിൽ 7ാം പ്രതി ചാർലി തോമസ്, അത് എനിക്കറിയത്തില്ല പ്രതിയുടെ പേര്, 8ാം പ്രതി ഗോപാലകൃഷ്ണൻ ഏരിയാസ് ദിലീപ്, അത് ദിലീപാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 9ാം പ്രതി സനിൽ കുമാർ ഏരിയാസ് മേസ്ത്രി സനിൽ എന്നിവരെ ഒഴിവാക്കി 6 പ്രതികൾക്കെതിരെയാണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ഈ വിവരമാണ് തന്റെ സ്വന്തം അടുപ്പക്കാരിയായ ശ്രീമതി ഷേർലിയെ കൊണ്ട് ജഡ്ജ്മെന്റ് തയ്യാറാക്കി സഖാവ് ഹണി എം വർഗീസ് 8ാം പ്രതിയുടെ സന്തത സഹചാരിയായ ഹോട്ടൽ ബിസിനസ്സുകാരനുമായ ശരത്തിനെ കാണിച്ച് കച്ചവടം ഉറപ്പിച്ചാണ് ഈ ഉത്തരവ് 8/12/2025 പറയുവാൻ പോകുന്നത്. അപ്പോ ഏകദേശം, അതായത് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഒരു കേസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്രയും പോപ്പുലർ 1700 പേജുകൾ ഉണ്ടെന്നാണ് ഈ കോടതി ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ 1700 പേജുകളൊക്കെ ഒരുപക്ഷെ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ വായിക്കാൻ പറ്റുന്ന ഒരു നിലയിലാണ് ഇന്നത്തെ ടെക്നോളജി എന്ന് വളർന്നിരിക്കുന്നത്. അപ്പൊ ആ കേസിന്റെ പഴുതുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ തെളിവ് എങ്ങനെയൊക്കെ, ഏതൊക്കെ തെളിവുകളാണ് നഷ്ടപ്പെട്ടത്, ഇതെല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു 10-20 കൊല്ലം 10-25 കൊല്ലത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ CCTV ക്യാമറ അല്ലെങ്കിൽ ഇപ്പൊ വാട്സപ്പ് പോലെയുള്ള ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഡാറ്റാസ് എങ്ങനെ ക്ലിയർ എടുക്കും, അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയത് എങ്ങനെ റിട്ടേൺ എടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസൊക്കെ ഒരു പക്ഷേ ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോയത്. പക്ഷെ ഇത് ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നമാണ് ഇതിനകത്ത് വരുന്നത്. കാരണം എല്ലാവർക്കും വിസിബിൾ ആണ്, എന്തും കണ്ടെത്തി പരിശോധിക്കാൻ പറ്റുന്ന ഒരു നിലയിലാണ് ഇന്നത്തെ കാലം കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം കൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഒരു കോടതി ഒരു സാമാന്യ ഒരു വിധി വിധിക്കേണ്ടത്. കാരണം ജനങ്ങളാണല്ലോ ഇപ്പൊ ഈ കേരളത്തിലെ ഇത്രയും വരുന്ന ഈ 4 കോടി ജനങ്ങൾ ഏത് രീതിയിലാണ് ഈ കോടതിയെ വിശ്വസിക്കാൻ പോകുന്നത്? പണവും സ്വാധീനവും രാഷ്ട്രീയം ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ഇവിടെ ചെയ്യാമെന്നുള്ള അവസ്ഥയല്ല ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കോടതി തന്നെയാണ്. നമ്മൾ കോടതിയുടെ വിധിയെയോ കോടതിയെ അപമാനിക്കുകയോ അങ്ങനെയുള്ള ഒന്നുമല്ല. പക്ഷെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പൊ പ്രതിഷേധമായിട്ട് വരുന്ന വ്യക്തികളെല്ലാം തന്നെ അവർക്ക് ഈ കേസിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് തന്നെയാണ് അവർ വരുന്നത്. അതല്ലാതെ ഇപ്പം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള വാശിയും വൈരാഗ്യവും അല്ലെങ്കിൽ ദിലീപ് എന്തെങ്കിലും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവരെ ദ്രോഹിക്കുകയോ അങ്ങനൊന്നുമല്ല. ഇതിന്റെ മെറിറ്റ് കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നതാണ്. അല്ലാതെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു ബസ്സിൽ നടന്ന സംഭവം പോലും ആ സ്ത്രീക്ക്, ഞാൻ ഉൾപ്പെടെ, ഇപ്പൊ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിനിമയൊക്കെ ഇപ്പൊ ദോസ്ത് എന്ന് പറയുന്ന ഒരു സിനിമ എല്ലാവർക്കും അറിയായിരിക്കും. ആ സമയം വരെ നമ്മൾ നല്ല രീതിയിൽ ആരാധിച്ചിരുന്ന വ്യക്തിയാണ് ദിലീപ്. പക്ഷെ ആ ദോസ്ത് എന്ന് പറയുന്ന സിനിമ ഇപ്പൊ പറക്കും തെളിയ CID മൂസ എന്ന് പറയുന്ന സിനിമയൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ അത്യാവശ്യം ഒരു നടൻ എന്ന രീതിയിൽ നമ്മൾ വകവയ്ക്കാതിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡയലോഗുകളും പിന്നീട് ആ സിനിമകളിലൊക്കെ വന്നു തുടങ്ങി. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തും പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കും സിനിമ വളർന്ന്, ദിലീപ് സിനിമകൾ വളർന്ന് ആ സമയം മുതലാണ് നമ്മൾ ഇഷ്ടപ്പെടാതെ വരുന്നത്. എന്ന് വിചാരിച്ചിട്ട് ദിലീപിന്റെ സിനിമകൾ പിന്നെ വിജയിക്കാതിരുന്നിട്ടില്ല, ഇഷ്ടമുള്ളവർ കാണുന്നുണ്ട്. പക്ഷെ ദിലീപിന്റെ വലിയൊരു ആരാധക സമൂഹം പോലും ഈ ദിലീപിനെതിരെ ഇപ്പോ കയറെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കെന്ന് കൂടി പറയാനുള്ള നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇനി ഒരു പക്ഷെ കേരളത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത്? കണ്ണിന്റെ മുന്നിൽ നമ്മളെ മുമ്പിൽ നിൽക്കുക കള്ളൻ. ആ രീതിയിലാണ് ഇപ്പൊ എല്ലാ സിസ്റ്റം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്തെ എല്ലാ ഫുൾ ഡാറ്റാസ് എല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. അതായത് എന്തൊക്കെ തെളിവുണ്ടോ അതെല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത്. ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും. ഒന്നേന്ന് തുടങ്ങിയാലേ ചിലപ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ചെന്ന് എത്തി നിൽക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇതിന്റെ കേസിന്റെ ആദ്യത്തെ ആ ഒരു എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഈ പിന്നെ സംഭവം നടക്കുന്ന ദിവസം ദിലീപിന് പനിയാണ്, പനിയായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തല പൊങ്ങുന്നില്ല, അത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ സമയത്ത് പോലും.
അതായത് കോള് വിളിക്കുകയോ അങ്ങനെയുള്ള യാതൊരു, അതായത് ഈ പൾസർ സുനിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട ദിവസം ദിലീപിന്റെ ഫോൺ 10:30 മണിക്കൂറുകളോളം സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. രാവിലെ 11 സ്വിച്ച് ഓഫ് ചെയ്ത ഫോൺ പിന്നീട് രാത്രി വൈകി 9:30 മണിയോടെ മാത്രമാണ് ഓണാക്കിയതെന്നാണ് ഇതിൽ അസ്വാഭാവികമുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഈ കേസ് നടക്കുന്ന ദിവസം ഫോൺ സ്വിച്ച് ഓഫ്, അതോടൊപ്പം പനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ ഇത് ഡീറ്റെയിൽ എടുക്കാൻ പറ്റുന്നില്ല. ആ ഡീറ്റെയിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആർക്കാണിത്? ഒരു ഇത്രയും തിരക്കുള്ള ഒരു നടൻ, ആ നടന് ഈ ഇപ്പൊ സിനിമ മേഖലയിൽ മാത്രമല്ലല്ലോ, മിമിക്രി, അതുപോലെ തന്നെ ബിസിനസ് മേഖല, ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ ഇപ്പൊ എല്ലാ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു മുറിയിൽ പോയി ഇങ്ങനെ അടച്ചിരിക്കുന്നത്, അതൊക്കെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോൺ ലൊക്കേഷൻ നടി ആക്രമിക്കപ്പെട്ട ദിവസം 9 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ്. ഒന്നാലോചിച്ച് നോക്ക്. ഈ ഫോൺ സ്വിച്ച് ഓഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ദിലീപിന്റെ വാഹനവും കാര്യങ്ങളെല്ലാം ഈ സംഭവം നടന്ന സ്ഥലത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പൊ പുറത്തു വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിമാനത്താവളത്തിന് സമീപമാണ്. നടി ആ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് പൾസർ സുനി ലൊക്കേഷനിൽ അപ്പുണ്ണിയുടെ ഫോൺ ഉണ്ടെന്നും പ്രോസിക്യൂഷൻ തെളിവായി സമർപ്പിച്ചിട്ടുണ്ട്. ദിലീപ് പലപ്പോഴും അപ്പുണ്ണിയുടെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഈ ഫോണിൽ നിന്നും ദിലീപിന്റെ സഹോദരിയെയും പേഴ്സണൽ ഡോക്ടറായ ഹൈദരലിയെയും വിളിക്കുന്നുണ്ട്. അതേസമയം അപ്പുണ്ണി തന്നെ വിളിക്കാറില്ലെന്ന് ഡോക്ടർ മൊഴി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അപ്പുണ്ണിയുടെ ഫോണിൽ നിന്നും ഡോക്ടറെ ആരാണ് വിളിച്ചതെന്നാണ് ചോദ്യം. അപ്പൊ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു, പനിയാണെന്ന് പറയുന്നു. പക്ഷെ ഈ വാഹനവും ഡ്രൈവറും എല്ലാം അവരുടെ എല്ലാ സിസ്റ്റം, ആ ഒരു കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കോള് വരുന്നുണ്ട്, കോള് പോകുന്നുണ്ടെന്നൊക്കെയാണ്. പക്ഷെ ആ കോളിലേക്ക് വിളിച്ച ആൾക്കാരാര്, അല്ലെങ്കിൽ ആ വോയിസ് കാര്യങ്ങളൊന്നും കിട്ടാനില്ല. നടി ആക്രമിക്കപ്പെട്ട ദിവസം സിനിമാ സംഘടനകൾ വിളിച്ചു ചേർത്ത യോഗത്തിൽ വെച്ച് മാധ്യമങ്ങൾ സംഭവങ്ങൾ വളച്ചൊടിക്കരുതെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. ഇത് കേസ് തന്നിലേക്ക് വരുമെന്ന് ദിലീപ് ഭയന്നതിനാലാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. നടി ആക്രമിക്കപ്പെട്ട ദിവസം നിർമ്മാതാവ് ആന്റോ ജോസഫ് വിളിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പേ തന്നെ ദിലീപിന്റെ ഫോണിലേക്ക് ആ വാർത്ത എത്തിയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഈ സംഭവം സത്യത്തില് കൃത്യമായിട്ട് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിലീപ് അകത്ത് പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രതിഷേധങ്ങളും കാര്യങ്ങളിലും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇനിയുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയാവുന്നതാണ്. എങ്കിലും നമ്മളെ കണ്ണിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വരുന്നുണ്ട്. അതേടൊക്കെ തന്നെ ഈ ജഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ, അവര് CPM അനുഭാവിയാണ്, സഖാവാണെന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോ രാഷ്ട്രീയക്കാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ രാഷ്ട്രീയക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അടൂർ പ്രകാശ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു നിലപാട് പറഞ്ഞിരുന്നു. സെക്കൻഡുകൾക്കൊക്കെ അത് പിൻവലിച്ചിട്ട് അദ്ദേഹം വേറൊരു രീതിയിൽ പറയുന്നു. അടൂർ പ്രകാശൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നായിരിക്കാം തോന്നുന്നത്. ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടൊക്കെ കുറെ, ഇപ്പൊ രാഷ്ട്രീയം UDF എടുത്താലും LDF എടുത്താലും ഇതിനകത്തൊക്കെ ഇപ്പൊ ഏകദേശം ഒരളവ് വരെ സംഘപരിവാരം വന്നു കഴിഞ്ഞു. അപ്പൊ ആ സ്ഥിതിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന്റെയൊക്കെ ഒരു കുറവായിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. രാഷ്ട്രീയക്കാരും കൃത്യമായി ഇടപെടാത്തതിന്റെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ MV ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വാസത്തിൽ എടുക്കുക? ജഡ്ജി സഖാവാണെന്ന് പറയുന്നുണ്ട്, ഭരിക്കുന്നത് സഖാക്കൾ തന്നെയാണ്. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.